قل إن ربي يبسط الرزق لمن يشاء ويقدر ولكن أكثر الناس لا يعلمون وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفى إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما عملوا وهم في الغرفات آمنون والذين يسعون في آياتنا معاجزين أولئك في العذاب محضرون قل إن ربي يبسط الرزق لمن يشاء من عباده ويقدر له وما أنفقتم من شيء فهو يخلفه وهو خير الرازقين ويوم يحشرهم جميعا ثم يقول للملائكة أهؤلاء إياكم كانوا يعبدون قالوا سبحانك أنت ولينا من دونهم بل كانوا يعبدون الجن أكثرهم بهم مؤمنون فاليوم لا يملك بعضكم لبعض نفعا ولا ضرا ونقول للذين ظلموا ذوقوا عذاب النار التي كنتم بها تكذبون وإذا تتلى عليهم آياتنا بينات قالوا ما هذا إلا رجل يريد أن يصدكم عما كان يعبد آباؤكم وقالوا ما هذا إلا إفك مفترى وقال الذين كفروا للحق لما جاءهم إن هذا إلا سحر مبين وما آتيناهم من كتب يدرسونها وما أرسلنا إليهم قبلك من نذير وكذب الذين من قبلهم وما بلغوا معشار ما آتيناهم فكذبوا رسلي فكيف كان نكير السلام عليكم ورحمة الله الحمد لله وحده والصلاة والسلام على من لا نبي بعد حمدا كثيرا طيبا مباركا فيه സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ലളിത ഖുർആൻ പഠിതാക്കളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരലോകത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ നിഷേധിക്കുന്ന സത്യനിഷേധികൾ അവരിലെ കൂട്ടത്തിലെ പണ്ഡിതന്മാരും അതുപോലെ തന്നെ വഴിതെറ്റിപ്പോയ അനുയായികളും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചാണ്, പരലോകത്ത് നടക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം അവരവസാന സമയത്ത് ചില ആളുകളുടെ ചില ന്യായീകരണങ്ങൾ, ഞങ്ങൾ സ്വത്തുക്കളും മക്കളും അധികാരമൊക്കെ ഉള്ളവരാണ്, അതുകൊണ്ട് അള്ളാഹു ഇതൊക്കെ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ നൽകിയിട്ടുണ്ടെങ്കിൽ പരലോകത്തും ഞങ്ങളെ ശിക്ഷിക്കുകയില്ല എന്ന തെറ്റായ ഒരു ധാരണ
വെച്ചു പുലർത്തിക്കൊണ്ട് ജീവിച്ച ചില ആളുകളെ കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് 36 മുതലുള്ള ആയത്തുകളാണ്. പ്രസ്തുത ആയത്തുകൾ നമ്മൾ മുകളിൽ ഓതി കേട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 36-ാമത്തെ ആയത്തിലൂടെ പറയുന്ന വിഷയം, കുൽ നീ പറയുക, ഇന്ന റബ്ബി നിശ്ചയമായും നിന്റെ റബ്ബ്, യബ്സുത്തു വിശാലപ്പെടുത്തുന്നു, നീട്ടിക്കൊടുക്കുന്നു, റിസ്ക ഉപജീവനം അല്ലെങ്കിൽ ഭക്ഷണം, ലിമൻ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, വയഖ്ദിറു കുടുസാക്കുകയും അല്ലെങ്കിൽ ഇടുക്കമാക്കുകയും ചെയ്യുന്നു, വലാകിന്ന എങ്കിലും, അക്സറന്നാസി മനുഷ്യരിൽ അധികവും, ലാ യഅലമൂൻ കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാത്തവരാണ്, അറിയുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ അല്ലാഹു പറയുന്നത്, പറയുക നബിയെ, നിശ്ചയമായും എൻ്റെ റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലപ്പെടുത്തി കൊടുക്കുന്നവനും അതുപോലെ തന്നെ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കുടുസാക്കുകയും ചെയ്യുന്നു, എങ്കിലും മനുഷ്യരിൽ അധികം ആളുകളും അറിയുന്നില്ല. ചില ആളുകളുടെ സംസാരത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അവരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ, പരലോകത്ത് ഈ ദുനിയാവിൽ ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അള്ളാഹു പരലോകത്ത് ഞങ്ങളെ ശിക്ഷിക്കുകയില്ല, അവിടെയും ഞങ്ങൾക്ക് ഇതേ പരിഗണന ലഭിക്കുമെന്ന അഹങ്കാരത്തിൻ്റെ തെറ്റായ ധാരണയെക്കുറിച്ച് പറഞ്ഞല്ലോ. എന്നാൽ അള്ളാഹുവിൻ്റെ നിലപാട് അള്ളാഹു പറയുകയാണ്, കുൽ ഇന്ന റബ്ബി തീർച്ചയായും നിശ്ചയമായും എൻ്റെ രക്ഷിതാവ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കും. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു ഉപജീവനം വിശാലമാക്കും. ചിലർക്ക് അള്ളാഹു കുടുസാക്കി കൊടുക്കുകയും ചെയ്യും, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ. ഭൂരിഭാഗവും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല എന്നാണ് അള്ളാഹു പറഞ്ഞത്. റിസ്ക്കിൻ്റെ അള്ളാഹുവിൻ്റെ നിയമമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഭൗതികമായി സമ്പത്തും ഉപജീവനവും അള്ളാഹു നൽകുന്നത് ഒരാളോട് സ്നേഹത്തിൻ്റെയോ തൃപ്തിയുടെയോ അടയാളമല്ല. അത് അള്ളാഹു ചിലർക്ക് കൊടുക്കും, ചിലർ കൊടുക്കാതിരിക്കും. എല്ലാവർക്കും അതൊരു പരീക്ഷണമാണ്. കൊടുക്കുന്നതും ഒരു പരീക്ഷണമാണ്, കൊടുക്കാതിരിക്കുന്നതും പരീക്ഷണമാണ്. മറിച്ച് അത് വേറും ഒരു പരീക്ഷണം മാത്രമാണെന്ന് തിരിച്ചറിയുന്നതിലാണ് ഒരു വിശ്വാസി വിജയിക്കുന്നത്. വിശാലതയും ഇടുക്കവും അവിശ്വാസിക്കും കടുത്ത കുറ്റവാളികൾക്കും അള്ളാഹു വൻ സമ്പത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ എന്നാൽ സത്യവിശ്വാസികൾക്ക് പരീക്ഷണമായി സമ്പത്ത് കുറച്ചേക്കാം. ഇതൊക്കെ സമ്പത്ത് അള്ളാഹു നൽകുന്നത് അള്ളാഹുവിൻ്റെ ചില നടപടിക്രമമാണ്. അള്ളാഹുവിനുള്ള പ്രീതിയുടെ മാനദണ്ഡം എന്ന മനുഷ്യരുടെ തെറ്റായ ചിന്തയെ അള്ളാഹു ഈ ആയത്ത് കൊണ്ട് തിരുത്തുകയാണ് ചെയ്യുന്നത്. 37-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നത്, വമാ അംവാലുക്കും നിങ്ങളുടെ സ്വത്തുക്കളല്ല, വല ഔലാദുക്കും നിങ്ങളുടെ മക്കളുമല്ല, ബില്ലത്തി തുഖരിബുക്കും നിങ്ങളെ അടുപ്പിക്കുന്നത്, സാമീപ്യം നൽകുന്നത്, ഇന്ധന നമ്മുടെ അടുക്കൽ, സുൽഫ ഒരു സാമീപ്യ സ്ഥാനം, ഇല്ലാമൻ ആമന പക്ഷെ ആരെങ്കിലും വിശ്വസിച്ചവരൊഴികെ, വഅമില സ്വാലിഹൻ സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ, ഫൗലായിക എന്നാൽ അക്കൂട്ടർ, ലഹും അവർക്കുണ്ട്, ജസാഉൽ ലഅഫി ഇരട്ട പ്രതിഫലമുണ്ട്, ബിമാ അമിലു അവർ പ്രവർത്തിച്ചതിന്, വഹുവ അവരാകട്ടെ ബിൽ ഉറഫാത്തി മണിമാളികകളിൽ കൊട്ടാരങ്ങളിലാണ്, ആമിനൂൻ നിർഭയരായിരിക്കും എന്ന് അവർ സ്വസ്ഥരായിരിക്കും അവിടെ എന്നാണ്. നിങ്ങളുടെ സ്വത്തുക്കളാകട്ടെ നിങ്ങളുടെ മക്കളാകട്ടെ നിങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് സാമീപ്യസ്ഥാനം അള്ളാഹുവിൻ്റെ അടുക്കൽ സാമീപ്യസ്ഥാനം നൽകുന്നവയല്ല. പക്ഷേ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണോ, അക്കൂട്ടർക്ക് അവർ പ്രവർത്തിച്ചതിനുള്ള ഇരട്ടി പ്രതിഫലമായിരിക്കും പരലോകത്ത് കിട്ടുക. മണിമന്ദിരങ്ങളിൽ നിർഭയരായിരിക്കും അവർ എന്നാണ്. അതാണ് വഹും ഫി ഖുറഫാത്തി ആമിനൂൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ അടുപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്, അള്ളാഹുവിൻ്റെ അടുക്കൽ പദവിയും സ്ഥാനവും നിർണ്ണയിക്കുന്നത് സമ്പത്തോ കുടുംബമഹിമയോ സന്താനങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഈമാനും അഥവാ വിശ്വാസവും സ്വാലിഹായ അമലുകൾ സൽക്കർമ്മങ്ങളും ആണ്. അതാണ് അള്ളാഹു ഇരട്ടിയാക്കി പ്രതിഫലം നൽകപ്പെടും എന്നാണ് അതുകൊണ്ട് പറയുന്നത്. ലഅഫി ജസാഉൽ ലഅഫി എന്ന് പറഞ്ഞാൽ ഇരട്ടിയാക്കി പ്രതിഫലം അള്ളാഹു നൽകപ്പെടും. സത്യവിശ്വാസത്തോടൊപ്പം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് അള്ളാഹു 1 മുതൽ 700 ഇരട്ടി വരെ അതിൽ കൂടുതലോ പ്രതിഫലം അള്ളാഹു വിചാരിക്കുന്നത് പോലെ നൽകുക മാത്രമല്ല, ഉറഫാത്തി സ്വർഗത്തിലെ ഉന്നതമായ മണിമാളികകളിൽ റൂമുകളിൽ യാതൊരു ഭയവുമില്ലാതെ അല്ലെ അതാണ് അള്ളാഹു ആമിനൂൻ എന്ന് പറഞ്ഞത്. അവർ ശാശ്വതരായി അവിടെ നിർഭയരായി വസിക്കാൻ സാധിക്കുക എന്ന വമ്പിച്ച അനുഗ്രഹമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ ഐശ്വര്യമാണ് അള്ളാഹു നൽകുന്നത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. 38-ാമത്തെ വചനം, വല്ലദീന യസ്ഔന അല്ലെ കുഴപ്പത്തിന് പരിശ്രമിക്കുന്നവർ, ഫി ആയാത്തിന അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് നമ്മുടെ ആയത്തുകളിൽ ലക്ഷ്യങ്ങളിൽ, മുആജിസീന അസാധ്യരായിക്കൊണ്ട് പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരായ, ഉലായിക കൂട്ടർ ഫിൽ അദാബി ശിക്ഷയിൽ,
മുഹ്ളറൂൻ ഹാജരാക്കപ്പെടുന്നവരാണ് എന്നാണ്. അഥവാ നമ്മെ പരാജയപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ട് നമ്മുടെ ആയത്തുകളിൽ കുഴപ്പത്തിന് പരിശ്രമിക്കുന്നവരാകട്ടെ അക്കൂട്ടർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവരാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അഥവാ സത്യത്തെ തടസ്സപ്പെടുത്തുന്നവരുടെ ഒരു അവസ്ഥ, അവരുടെ ഒരു ഗതിയെക്കുറിച്ചാണ് അള്ളാഹ് പറയുന്നത്. അള്ളാഹുവിൻ്റെ പ്രബോധനത്തെയും ഖുർആനിനെയും തകർക്കാനും ജനങ്ങൾ അതിൽ നിന്ന് അകറ്റുവാനും അധ്വാനിക്കുന്ന ആളുകൾക്ക് പരലോകത്ത് ശിക്ഷ ഉറപ്പാണ്. മുഹ്ളറൂൻ എന്ന് പറഞ്ഞത്, മുഹ്ളറൂൻ എന്ന് അള്ളാഹു ആയത്തിൽ അവസാനിപ്പിക്കുന്നത് ശിക്ഷയിൽ നിന്ന് ഓടി മറയാൻ അവർക്ക് സാധിക്കുകയില്ല എന്ന അർത്ഥത്തിലാണ്. വിചാരണയ്ക്കായി ബലമായി അവരെ നരകശിക്ഷയിലേക്ക് ഹാജരാക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. 39-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്, 39-ാമത്തെ വചനത്തിന്റെ വാക്കർത്ഥം, കുൽ നീ പറയുക, ഇന്ന റബ്ബി നിശ്ചയമായും നിന്റെ റബ്ബ്, യബ്സുത്തു റിസ്ക ഉപജീവനം വിശാലമാക്കപ്പെടുന്നു, ലിമയ്യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്, മിൻ ഇബാദിഹി തൻ്റെ അടിയാന്മാരിൽ നിന്ന്, വയഖ്ദിറു കുടുസാക്കുകയും ചെയ്യുന്നു, ലഹു അവന്, വമാ അൻഫക്തും നിങ്ങൾ ചെലവ് ചെയ്യുന്നത്, മിൻ ഷൈഇൻ ഏതൊരു വസ്തുവിനെയും, വഹുവ എന്നാൽ അവൻ, യുഖ്ലിഫുഹു അതിന് പകരം നൽകുന്നു, വഹുവ അവൻ, ഖൈറുർ റാസിഖീൻ ഉപജീവനം നൽകുന്നവരിൽ ഉത്തമനാകുന്നു എന്നാണ്. പറയുക, നിശ്ചയമായും എൻ്റെ റബ്ബ് തൻ്റെ അടിയാന്മാരിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കുകയും താൻ ഉദ്ദേശിക്കുന്നവർക്ക് കുടുസാക്കി കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഏതൊരു വസ്തു ചിലവഴിക്കുന്നതായാലും അവൻ നിങ്ങൾക്ക് അതിന് പകരം തരുന്നതാണ്, അവൻ ഉപജീവനം നൽകുന്നവരിൽ ഉത്തമനുമത്രേ. ഇതാണ് അള്ളാഹു 39-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. അഥവാ നന്മയ്ക്കായി അള്ളാഹുവിൻ്റെ വഴി ചെലവഴിക്കുന്ന ധനം അത് കുറഞ്ഞു പോവുകയില്ല എന്നും, ഫഹുവ യുഖ്ലിഫുഹു എന്ന് പറഞ്ഞാൽ പകരം നൽകുമെന്നും, അതിന് പകരം അള്ളാഹു പരലോകത്ത് നൽകുമെന്നും, ഈ ദുനിയാവിൽ പകരം അതിനേക്കാൾ നല്ലത് നൽകിയോ സമ്പത്ത് ബർക്കത്ത് നൽകിയോ അല്ലെങ്കിൽ പരലോകത്ത് വൻ പ്രതിഫലമായി നൽകിയോ അള്ളാഹു അതിന് പകരമായി നൽകുക തന്നെ ചെയ്യുമെന്നും, ഖൈറുർ റാസിഖീൻ യഥാർത്ഥ ശാശ്വതവുമായ റിസ്ക് നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ അള്ളാഹു മാത്രമാണ് എന്നുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നതായി പ്രിയമുള്ള സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. 38 ആയത്തുകളാണ് നമ്മൾ സൂചിപ്പിച്ചത്. 30 മുതലുള്ള ആയത്തുകൾ പറയുന്നത് പരലോകത്ത് അന്ധമായി നേതാക്കളെ പിൻപറ്റി അണികളുടെ അഹങ്കാരികളായ നേതാക്കളും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളും ഇരുവിഭാഗവും കഴുത്തിൽ ചങ്ങല അണിയിക്കപ്പെടുന്നതിനെ കുറിച്ചും, പ്രവാചകന്മാരെ ആദ്യം എതിർത്തത് ആഡംബരപ്രിയരായ ധനികരായിരുന്നു എന്നതിനെ കുറിച്ചും, സമ്പത്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ മാനദണ്ഡമല്ല അതൊരു പരീക്ഷണമാണ് എന്നതും, അതുപോലെ ഈമാനും സ്വാലിഹായ അമലുകളുമാണ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത് എന്നും, അവർക്ക് സ്വർഗീയ മണിമാളികളിൽ ഉറഫാത്തുകളിൽ ഇരട്ടി പ്രതിഫലം ലഭിച്ചുകൊണ്ട് നിർഭയരായിരിക്കുമെന്നും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന യാതൊരു വസ്തുവിനെയും അള്ളാഹു പകരം നൽകാതെ വിടുകയില്ല എന്നതിനെക്കുറിച്ചുമാണ് അള്ളാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. 40-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഇവിടെ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞ റിസ്കിനെ കുറിച്ച് വളരെ വിശദമായി പറഞ്ഞിരുന്നു. മാനുമലവി കുറച്ച് വിശദമായി അതിൻ്റെ ഭാഗങ്ങൾ കൊടുക്കുന്നുണ്ട്. അല്ലേ, ഭൂമിയിൽ എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു അതിൻ്റെ ബാധ്യത ഏറ്റിട്ടുണ്ട്. ഭൂമിയിലുള്ള ഏതൊരു ജന്തുവാകട്ടെ അതിന് അള്ളാഹു റിസ്ക് നൽകും എന്നതിനെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമ്പത്തും അധികാരവും ഒക്കെ നൽകിയത്, നന്മയും തിന്മയും നൽകിയത് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് എന്നതിനെക്കുറിച്ചുള്ള ആയത്തുകളുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അത് പ്രത്യേകം വായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 40-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. 40-ാമത്തെ ആയത്തിൽ, വയൗമ യഹ്ശുറുഹും അവരെ അവൻ എന്ത് ചെയ്യുന്നു, ഒരുമിച്ച് കൂട്ടുന്ന ദിവസം, അവനെ അവർ ഒരുമിച്ച് കൂട്ടുന്ന ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ജമീഅൻ മുഴുവൻ ആളുകളെയും, മുഴുവൻ വസ്തുക്കളെയും, സുമ്മ യഖൂലു പിന്നെ അവൻ പറയും, ലിൽ മലായികത്തി മലക്കുകളോട്, അഹൗലാഇ ഇക്കൂട്ടർ ആയിരുന്നോ, ഇയ്യാക്കും നിങ്ങളെ, കാനൂ യഅ്ബുദൂന ആരാധിച്ചു വരികയായിരുന്നുവോ എന്ന്. യൗമ യഹ്ശുറുഹും ജമിയ സുമ്മ യഖൂലു ലിൽ മലായികത്തി അഹൗലാഇ അവർ മുഴുവനും അവൻ അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഓർക്കുക. പിന്നീട് അവൻ മലക്കുകളോട് പറയും, ഇക്കൂട്ടർ നിങ്ങളെ ആയിരുന്നുവോ ആരാധിച്ചിരുന്നത് എന്ന്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അന്ത്യനാളിലൊരു ചോദ്യമാണ്. പരലോകത്ത് അള്ളാഹു മനുഷ്യരെയും ജിന്നുകളെയും മലക്കുകളെയും എല്ലാം വിചാരണയ്ക്ക് ഒരുമിച്ച് കൂട്ടുമ്പോൾ മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് ആരോപിച്ച് അവരുടെ രൂപത്തിൽ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി ആരാധിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകളായ ആളുകളെ നാണം കെടുത്താൻ അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്. ചോദ്യത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മലക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ അതിൻ്റെ ഒരു വസ്തുത, അതിൻ്റെ ഒരു യാഥാർത്ഥ്യം അറിയാനല്ല, മറിച്ച് ഈ ചോദ്യം
മലക്കുകൾ ആരാധിച്ചു എന്ന് അവകാശപ്പെട്ടിരുന്ന അവിശ്വാസികളുടെ വ്യാജവാദം പരസ്യമായി പൊളിച്ചെടുക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു ഖാലൂ, അല്ലേ, അവർ പറയും, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, അന്ത, നീ അത്ര വലിയുന, ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവർ, കാര്യകർത്താവ്, മിൻ ദൂനിഹിം, അവരെ കൂടാതെ, അവരല്ല, ബൽ, പക്ഷേ, എങ്കിലും, കാനു യഅ്ബുദൂന, അവർ ആരാധിച്ചു വന്നിരുന്നു, അൽ ജിന്ന, ജിന്നുകളെ, അക്സറുഹും, അവരിലധികവും, ബിഹിം, അവരിൽ, മുഅ്മിനൂൻ, വിശ്വസിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ സൂചിപ്പിക്കുകയാണ്. അവർ പറയും, നീ എത്രയോ പരിശുദ്ധൻ, നീ എത്ര ഞങ്ങൾക്ക് ബന്ധപ്പെട്ടവൻ, അവരല്ല, പക്ഷേ അവർ ജിന്നുകളെ ആരാധിച്ചു വരികയായിരുന്നു, അവരിൽ അധികം ആളുകളും അവരിൽ വിശ്വസിക്കുന്നവരായിരുന്നു എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ 41-ാമത്തെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. മലക്കുകളുടെ മറുപടിയും, അല്ലേ, ബന്ധമില്ലെന്ന് പ്രഖ്യാപിക്കലും ഒക്കെയാണ് അവിടെ നടക്കുന്നത്. മലക്കൾ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലി പ്രകീർത്തിക്കുന്നവരെ തങ്ങൾക്ക് ഈ അവിശ്വാസികളുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്യുകയാണ്. യഅ്ബുദൂനൽ ജിന്ന, ജിന്നുകളെ ആരാധിക്കുക എന്നത് മലക്കുകൾ വ്യക്തമാക്കും. ഇവർ ഞങ്ങളെയല്ല ആരാധിച്ചിരുന്നത്, മറിച്ചു ജിന്നുകളെയാണ്, ശൈത്താന്മാരെയാണ് എന്നാണ് പറയുന്നത്. കാരണം ശൈത്താന്മാരാണ് മലക്കുകളെ ആരാധിക്കാൻ അവർക്ക് ദുർബോധന നൽകിയത്. അതിനാൽ ശൈത്താന്റെ വാക്ക് കേട്ട് വിഗ്രഹ പൂജ ചെയ്തവർ യഥാർത്ഥത്തിൽ ശൈത്താനെയാണ് ആരാധിച്ചിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം ആ മലക്കുകൾ അവിടെ സൂചിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കേട്ടോ. ഇപ്പം 42-ാമത്തെ വചനത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 42-ാമത്തെ ആയത്തിൽ പറയുന്നത്, ഫൽ യൗമ, അന്ന്, ലാ യംലിക്കു, സ്വാധീനപ്പെടുത്തുകയില്ല, കഴിയുകയുമില്ല, ബഅ്ലുക്കും, നിങ്ങളിൽ ചിലർ, ലിബഅലിൻ, ചിലർക്ക്, നഫ്അൻ, ഉപകാരം ചെയ്യുവാൻ, വലാ ളുർറൻ, ഉപദ്രവം ചെയ്യുവാനും ഇല്ല. വനഖൂലു, നാം പറയുകയും ചെയ്യും, ലില്ലദീന വലമു, അക്രമം ചെയ്തവരോട്, ദൂഖു, ആസ്വദിക്കുവിൻ, രുചി നോക്കുവിൻ, അദാബൻ നാരി, നരകത്തിലെ ശിക്ഷ, അല്ലത്തി കുന്തും, നിങ്ങളായിരുന്നതായ, ബിഹ, അതിനെ, തുകദ്ദിബൂൻ, വ്യാജമാക്കും എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. അന്ന് നിങ്ങൾ ചിലർ, 42-ാമത്തെ ആയത്തിൽ പറയാണ്, നിങ്ങളിൽ ചിലരെ അന്യോന്യം ഉപകാരം ചെയ്യുവാനാകട്ടെ ഉപദ്രവം ചെയ്യുവാനാകട്ടെ കഴിവുണ്ടാകുന്നതല്ല എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്താണ്. അക്രമം പ്രവർത്തിച്ചവരോട് നാം പറയുകയും ചെയ്യും, നിങ്ങൾ വ്യാജമാക്കിയിരുന്ന ആ നരകത്തിലെ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവിൻ എന്ന് പറയുകയും ചെയ്യും. ഇതാണ് 42-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്. വ്യാജ ദൈവങ്ങളെയും അവരുടെ നിസ്സഹായാവസ്ഥയുമാണ് ഇവിടെ പറയുന്നത്. പരലോകത്ത് ആരാധിച്ചവർക്കോ പരസ്പരം സഹായിക്കാനോ അള്ളാഹുവിൻ്റെ ശിക്ഷ തടയാനോ സാധിക്കില്ല എന്നും, നിഷേധിച്ചവർക്കുള്ള അന്ത്യവിധി ദുനിയാവിൽ വെച്ച് പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകിയപ്പോൾ പരിഹസിച്ച് തള്ളിയ ആ നരകശിക്ഷ തന്നെ അവിശ്വാസികൾ നേരിട്ട് അനുഭവിക്കേണ്ടി വരും എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. 43-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വൈദാ തുത്തില, ഓതിക്കൊടുക്കപ്പെടുന്നതായാൽ, അലൈഹിം, അവർക്ക്, ആയാത്തുന, നമ്മുടെ ആയത്തുകൾ, ബയ്യിനാത്തിൻ, വ്യക്തമായ നിലയിൽ, ഖാലു, അവർ പറയും, മാ ഹാദ, ഇവനല്ല, ഇല്ലാ റജുലുൻ, ഒരു പുരുഷൻ, ഒരു മനുഷ്യനല്ലാതെ, യുരീദു, അവൻ ഉദ്ദേശിക്കുന്നു, അയസുദ്ദക്കും, നിങ്ങളെ തടയുവാൻ, അമ്മാ ഖാന, ആയിരുന്നതിൽ നിന്ന്, യഅ്ബുദു, ആരാധിക്കുകയും, ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ, ഫഖാലു, അവർ പറയുകയും ചെയ്യും, മാ ഹാദ, ഇതല്ല, ഇല്ല ഇഫ്കുൻ, നുണയല്ലാതെ ഇല്ല, കള്ളമല്ലാതെ ഇല്ല, മുഫ്തറൻ, കെട്ടിച്ചമയ്ക്കപ്പെട്ട, വഖാല, പറയുകയും ചെയ്യും, അല്ലദീന കഫറു, അവിശ്വസിച്ചവർ, ലിൽ ഹക്കി, യഥാർത്ഥ സത്യത്തെക്കുറിച്ച്, ലമ്മാ ജാഅക്കും, അതവർക്ക് വന്നപ്പോൾ, ഇൻ ഹാദ, ഇതല്ല, ഇല്ലാ സിഹ്റുൻ, ഒരു ചെപ്പടി വിദ്യ അല്ലാതെ, മുബീൻ, പ്രത്യക്ഷമായ ഒരു ചെപ്പടി വിദ്യ അല്ലാതെ ഇല്ല എന്നാണ്. അതായത് നമ്മുടെ ആയത്തുകൾ വ്യക്തമായ നിലയിൽ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെടുന്നതായാൽ അവർ പറയും, ഇവർ നിങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വരുന്നതിൽ നിന്ന് നിങ്ങളെ തടയുവാൻ ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യൻ എന്നല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ്. ഇത് കെട്ടിച്ചമയ്ക്കപ്പെട്ട ഒരു കള്ളം അഥവാ നുണ അല്ലാതെ മറ്റൊന്നുമല്ല എന്നും അവർ പറയുകയും, അവിശ്വസിച്ചവർ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അതവർക്ക് വന്നെത്തിയപ്പോൾ പറയുകയാണ്, ഇത് പ്രത്യക്ഷമായ ഒരു ജാലമല്ലാതെ, ഒരു വ്യാജവാർത്തയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 43-ാമത്തെ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്.
ഇത് മുശ്രിക്കുകൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട 3 ആരോപണങ്ങളാണ്. മുൻഗാമികളുടെ അന്ധവിശ്വാസം, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ച വിഗ്രഹങ്ങളെ നമ്മെ തടയാൻ നോക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതും, അതുപോലെ തന്നെ ഇഫ്കുൻ മുഫ്തർ എന്നൊക്കെ പറഞ്ഞത് ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതല്ല, മറിച്ച് മുഹമ്മദ് നബി സ്വന്തമായി കെട്ടിച്ചമച്ച കള്ളമാണ് എന്ന് ആരോപിക്കുന്നതും, അതുപോലെ സിഹ്റുൻ മുബീൻ എന്ന് പറഞ്ഞത് ഖുർആൻ സൂക്തങ്ങളുടെ വശ്യതയും സ്വാധീനവും കണ്ട് അതിന് ജനങ്ങളെ വശീകരിക്കുന്ന ഒരു ആഭിചാരം സിഹിറാണ് എന്ന നിലക്ക് ആരോപിക്കുക കൂടിയാണ് അതിലൂടെ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി 44-ാമത്തെ വചനത്തിലേക്ക് കടന്നാൽ, വമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയിട്ടില്ല, മിൻ കുത്തുബിൻ, വേദഗ്രന്ഥങ്ങളൊന്നും, യദ്റുസൂനഹ, അവർ പഠിച്ചറിയുന്ന, വമാ അർസൽന, നാം അയച്ചിട്ടുമില്ല, ഇലൈഹിം, അവരിലേക്ക്, കബലക, നിന്റെ മുമ്പ്, മിൻ നദീരിൻ, ഒരു താക്കീതുകാരനെയും നാം അയച്ചിട്ടും ഇല്ല. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 44-ാമത്തെ ആയത്തിലൂടെ പറയുന്നത്. ഖുറൈശികളുടെ അജ്ഞതയും ന്യായമില്ലായ്മയുമാണ് മക്കയിലെ അവിശ്വാസികൾ സത്യത്തെ എതിർക്കുന്നതിന് തങ്ങളുടെ പക്കൽ എന്തെങ്കിലും വേദഗ്രന്ഥമോ അറിവോ ഉള്ളത് കൊണ്ടല്ല എന്നും, അതുപോലെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് ശേഷം മക്കക്കാരിലേക്ക് വേറൊരു പ്രവാചകൻ വന്നിരുന്നില്ല, യാതൊരു വേദഗ്രന്ഥവും വായിച്ചു പഠിക്കാത്ത ഈ അജ്ഞർക്ക് അള്ളാഹുവിൻ്റെ ദീനിനെയും ഖുർആനെയും തള്ളിക്കളയുവാൻ യാതൊരു പ്രമാണവുമില്ല എന്ന് അള്ളാഹു വ്യക്തമായി പഠിപ്പിക്കുക കൂടിയാണ് ഈ ആയത്തിലൂടെ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. 45-ാമത്തെ ആയത്ത്, വകദ്ദബല്ലദീന, യാതൊരു കൂട്ടരും കളവാക്കി, മിൻ ഖബലിഹിം, ഇവരുടെ മുമ്പുള്ള, വമാ ബലഉ, ഇവർ എത്തിയിട്ടുമില്ല, മൈഷാറ, യാതൊന്നിൻ്റെയും 10-ലൊരംശം, മാ ആതൈനാഹും, നാം അവർക്ക് നൽകി, ഫകദ്ദബു, എന്നിട്ടവർ വ്യാജമാക്കി, റുസുലി, എൻ്റെ ദൂതന്മാരെ, ഫകൈഫ കാന, അപ്പോൾ എങ്ങനെ ഉണ്ടായി, നക്കീരിൻ, എൻ്റെ പ്രതിരോധം, വെറുപ്പ് എന്നാണ്. ഇവർക്ക് മുമ്പുള്ള വ്യാജമാക്കിയിരിക്കുന്നു മുമ്പുള്ളവർ, ഇവർക്ക് നാം നൽകിയതിൽ 10-ലൊരംശത്തിലെങ്കിലും ഇവർ എത്തിച്ചേർന്നിട്ടുമില്ല, അങ്ങനെ ഇവർ എൻ്റെ ദൂതന്മാരെ വ്യാജമാക്കി, അപ്പോൾ എൻ്റെ പ്രതിഷേധം എപ്രകാരമാണ് ഉണ്ടായത്, ഇവരൊന്ന് അന്വേഷിക്കട്ടെ എന്ന നിലയ്ക്കാണ് അള്ളാഹു 45-ാമത്തെ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. മെഷാറ എന്ന് പറഞ്ഞാൽ 10-ലൊന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം. മുൻകാല ശക്തിയും മക്കക്കാരുടെ അഹങ്കാരവുമാണ്. ആദ്, സമൂദ്, ഫിറൗൻ ആളുകൾ തുടങ്ങിയ മുൻകാല ജനവിഭാഗങ്ങൾക്ക് അള്ളാഹു നൽകിയ ആയുസ്, അതുപോലെ തന്നെ കായിക ബലം, ഭൗതിക ഐശ്വര്യം, സാമ്രാജ്യത്വം എന്നിവയൊക്കെ 10-ലൊന്ന് പോലും മക്കയിലെ ഖുറൈശികൾക്ക് ഉണ്ടായിട്ടില്ല. എന്നാലും ശിക്ഷയുടെ താക്കീൻ, ഫകൈഫ കാന നക്കീർ, അത്രയും വൻ ശക്തികളായ മുൻഗാമികൾ പ്രവാചകന്മാരെ തള്ളിക്കളഞ്ഞപ്പോൾ അള്ളാഹു അവരെ ഉന്മൂലനം ചെയ്തു. അതിനേക്കാൾ എത്രയോ നിസ്സാരരായ മക്കക്കാർ അഹങ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന കടുത്ത ഒരു മുന്നറിയിപ്പാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആയത്തിലൂടെ അവർക്ക് നൽകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാര്യങ്ങൾ പഠിക്കുക, വ്യക്തമായി അതിൻ്റെ തഫ്സീറുകൾ വായിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.